ചേച്ചിയും കുഞ്ഞിരാമേട്ടനെ സഹായിക്കാൻ മനോഹരേട്ടനെ കൊണ്ടേ പറ്റൂ. ഞങ്ങള് കാല് പിടിക്കാം. നിങ്ങൾ ഇവിടുന്ന് ദയവ് ഇത് തിരിച്ചു പോണം. ഈ നാട്ടിലേക്ക് ബന്ധുക്കളെയും കൂട്ടി കല്യാണത്തിന് ഒരുങ്ങി വന്നിട്ട് അങ്ങനെ വെറും കൈയോടെ തിരിച്ചു പോയി എനിക്ക് പറ്റില്ല. ഞാനുണ്ടാവും കല്യാണ പന്തലില്. നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ. എനിക്ക് വേണമെങ്കിൽ ഇന്ന് തങ്കമണിയെ കെട്ടാം. നിങ്ങൾക്ക് ആർക്കും തടയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ കിട്ടുന്ന ജീവിതം ഒരു ജീവിതമല്ലല്ലോ. ഏത് എനിക്ക് വേണം. കുഞ്ഞിരാമനും തങ്കമണിയും ഞാൻ കാരണം ഒന്നിക്കാനായിരിക്കും വിധി. അങ്ങനെയാണെങ്കിൽ രണ്ടാളുകൂടി ഒന്നിക്കാനുണ്ട്. അത് ബുദ്ധിമുട്ടാണ്. അയ്യോ അങ്ങനെ പറയല്ലേ. കുഞ്ഞിരാമനായിട്ട് കല്യാണം ഉറപ്പിച്ച മല്ലികയും പിന്നെ ലാലു. പക്ഷെ അതുപോലെ ഒന്നല്ല. ലാല് പ്രേമിക്കുന്ന കാര്യം മല്ലികയ്ക്ക് അറിയത്തോലില്ല. അവസാന നിമിഷം ഒരുമാതിരി തേപ്പ് സ്വഭാവം കാണിക്കരുത് കേട്ടോ. അതെ, അതൊന്നും സാരമില്ല, ഞാനേറ്റു. കല്യാണപ്പന്തലിൽ വെച്ച് ഞാൻ ഒരു നമ്പർ ഇടും. മനോഹരേട്ടനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ മതി. ലാലുവിന് മല്ലികയെ കിട്ടും. ഓഹോ, അതെ ശരി. ഒന്നുമില്ലെങ്കിലും ലാലുവിന്റെ പറക്കാതെ പോയ കളിയല്ലേ. നാണം നാണം. എന്നാ വാ പോവാ. തങ്കമണി കാണാനില്ല. അവളെവിടെ പോയി? വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് കുറെ നേരമായി, ഇതുവരെ എത്തിയിട്ടില്ല. കൂട്ടാൻ പോയി രതീഷിനെ കാണാനില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ എനിക്കറിയില്ല. അവളെ ആ ഡ്രൈവർ ചേട്ടന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാവും. ഈ തന്തയുടെ അല്ലേ മോള്. മകളുടെ കല്യാണം ആദ്യം നടത്തുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്റെ മകളെ പറ്റി അനാവശ്യം പറഞ്ഞിട്ടല്ലോ. ഒരു വയറ്റ് പറഞ്ഞാലൊന്നും ഞാൻ നോക്കൂല. ഇവിടെ എന്നിങ്ങനെ വർത്താനം പറയാതെ പെണ്ണെവിടെയാണ് പോയി നോക്കേ. കല്യാണ ചെറുക്കനും കൂട്ടി ഇപ്പൊ എത്തും. വല്ലത്തും എന്താ കല്യാണ ചെക്കനെ കണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്ന? കഷ്ടപ്പെട്ട് മറുപടി പറയണ്ട. കാര്യം എനിക്കറിയാം. വാ. ഒരുപാട് അച്ഛാ, ഞാനും കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നു നടന്നത്. ചേച്ചിക്ക് കുഞ്ഞിരാമേട്ടന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. സ്നേഹിക്കുന്നവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം മറ്റൊന്നിനുമില്ല. സ്നേഹമല്ലേ അച്ഛാ? അഖിലസാഗരം മൊരി എന്നല്ലേ അച്ഛാ? എന്ത് പണിയാണ് ഈ കാണിച്ചത്? അമ്മ മിണ്ടരുത്. ഇതാണ് എന്റെ തീരുമാനം. ഓരോ കല്യാണം മുടങ്ങുമ്പോഴും എന്നെ മനസ്സിൽ വിചാരിച്ച് കാത്തിരിക്കുന്ന ഇവളെ കുറിച്ച് ഞാൻ ഓർത്തില്ല. ഇനി എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണ്. കറക്റ്റ്. തങ്കമണി കുഞ്ഞിരാമന്റെ പെണ്ണാണ്. സ്നേഹിക്കുന്നവർ തമ്മിലേ ചേരാൻ പാടുള്ളൂ. ഇവരെ ഒന്നിപ്പിക്കാൻ ഞാനൊരു നിമിത്തമായി എന്നുള്ള സന്തോഷത്തോടെ എനിക്ക് ഈ പെരുവണ്ണാപുരത്ത് ഈ ദേശത്തു നിന്ന് തിരിച്ചു പോവാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. For more updates, like, comment, subscribe to our channel.